ഡോക്ടർ എം രമ ഡോക്ടർ എം രമ ഇവിടെ താങ്കളും SFIയും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായി. താങ്കളുടേതായിട്ടുള്ള ചില പ്രതികരണങ്ങൾ എന്ന ഒരു പ്രിൻസിപ്പിൾ ഒഴിവാക്കേണ്ടതായ ചില പ്രതികരണം അന്ന് പുറത്തു വന്നു. അന്ന് ഞാനടക്കം അതിനെ എതിർത്തതാണ് ടീച്ചർ. പക്ഷേ അതിനുശേഷം താങ്കളുടെ പെൻഷൻ അടക്കം തടഞ്ഞു വെക്കുക, താങ്കളെ നിരന്തരം വേട്ടയാടുക എന്ന് അംഗീകരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് ഇപ്പോഴും ആ പക? ഞാൻ മനസ്സിലാക്കുന്നത് താങ്കളുടെ അത് പ്രസക്തമേ അല്ലെങ്കിൽ കൂടിയും ഭരിക്കുന്ന സർക്കാരിലെ ഒരു ഘടകകക്ഷിയുടെ പ്രധാനപ്പെട്ട നേതാവാണ് അങ്ങയുടെ ഭർത്താവ്. എന്നിട്ട് പോലും ഡോക്ടർ എം രമ എന്തുകൊണ്ടാണ് ആ വൈരനിര്യാതന ബുദ്ധി, ആ വേട്ട നിരന്തരം തുടരുന്നത്? ഡോക്ടർ എം രമ. ഞാൻ 2024 മാർച്ച് 31 സർവീസിൽ നിന്നും വിരമിച്ചത്. 2023 ഡിസംബറിൽ ഞാൻ എൻ്റെ പെൻഷന് വേണ്ടി പ്രിസം സോഫ്റ്റ്വെയറിലൂടെ മഞ്ചേശ്വരം കോളേജ് പ്രിൻസിപ്പൽ മുഖാന്തിരം കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർക്ക് അപേക്ഷ കൊടുത്തതാണ്. പക്ഷേങ്കിൽ അതിനകത്ത് എഴുതിയിരുന്നു എനിക്കെതിരെയുള്ള നടപടികൾ ഇപ്പം അണ്ടർ പ്രോസസ്സിംഗ് ആണെന്ന്. അതുകൊണ്ട് DC ഒന്നും ചെയ്തിരുന്നില്ല. അതിനുശേഷം ഏപ്രിൽ 8 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് എനിക്കെതിരെയുള്ള എല്ലാ അച്ചടക്ക നടപടികളും റദ്ദു ചെയ്തുകൊണ്ട് എനിക്കെതിരെ ബാഹ്യമായ രാഷ്ട്രീയ ഇടപെടലുകളാണ് എനിക്കെതിരെ ഉണ്ടായിരുന്നത് എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് എനിക്കെതിരെയുള്ള എല്ലാ അച്ചടക്ക നടപടികളും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദ് ചെയ്തിരുന്നു. എന്നിട്ട് എൻ്റെ സ്ഥലം മാറ്റം അടക്കം റദ്ദ് ചെയ്തിട്ടാണ് എനിക്ക് ഓർഡർ കിട്ടിയിരുന്നത്. പിന്നെ അതിനുശേഷം എന്നിട്ട് ഈ ഓർഡർ വെച്ച് ഞാൻ ഏപ്രിലിൽ ആദ്യം മഞ്ചേശ്വരം കോളേജ് പ്രിൻസിപ്പൽ മുഖാന്തിരം കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർക്ക് അപേക്ഷ കൊടുത്തു പെൻഷന് വേണ്ടി. അതിനുശേഷം ഞാൻ അന്വേഷിക്കുമ്പോഴൊക്കെ എന്നോട് പറഞ്ഞിരുന്നത് പഠിക്കണം. അങ്ങനെ ആണ് DC എനിക്ക് വിവരം കിട്ടിക്കൊണ്ടേയിരുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാനിപ്പം 2-3 ദിവസം മുമ്പാണ് മനസ്സിലാക്കിയത് ഗവൺമെൻറ്റിലോട്ട് അയച്ചിട്ടുണ്ട്. ഇപ്പം 3 മാസമായി ഞാൻ പെൻഷനായിട്ട്. 3 മാസം ഇതുവരെ എനിക്ക് പെൻഷൻ കിട്ടിയില്ല. ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് മാർച്ച് 31 റിട്ടയറായ ഒരു ആരായാലും ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്കിൽ മാർച്ച് മാസത്തെ സാലറിയും കിട്ടണം, ഏപ്രിലത്തെ പെൻഷനും കിട്ടണം. അഡ്വാൻസ് ആയിട്ടാണ് പെൻഷൻ കിട്ടലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം എനിക്ക് ഇതുവരെ പെൻഷൻ കിട്ടിയില്ല. മാർച്ച് മാസത്തെ സാലറി കിട്ടിയിരുന്നു ഏപ്രിലിൽ. അപ്പം അങ്ങനെയുള്ള ഒരു വിഷമാണ് ഇപ്പോഴും എനിക്കുള്ളത്. അപ്പം ഇതിൻ്റെ പുറകിലും ഞാൻ വിചാരിക്കുന്നത് ഇപ്പോഴും ഇടതുപക്ഷ അധ്യാപക സംഘടനയും SFI എന്നുള്ള വിദ്യാർത്ഥി സംഘടനയും അവരാണ് എനിക്കെതിരെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്, ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അവർ തന്നെയാണ് ഇതിൻ്റെ പുറകിലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ.